Hi friends, once again welcome to my video blog AjayTechTips. ഞാൻ Ajay, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനെന്ത് വന്നതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്സ് നമ്മുടെ വിൻഡോസ് PC-യിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താലേ ഇങ്ങനത്തെ ടെക് അപ്ഡേറ്റ്സ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫോണിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ആപ്പുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കണം. അതിന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ബ്ലൂ സ്റ്റാക്ക് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വിർച്വലൈസേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ കളിക്കുന്ന PUBG, അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കൈൻമാസ്റ്റർ, പിക്ചർ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന പിക്സാർട്ട്, ഇതൊക്കെ എന്താണ് നമുക്ക് എഡിറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. പക്ഷേ ബ്ലൂ സ്റ്റാക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാഫിക് കാർഡ് അതേപോലെ തന്നെ കുറച്ച് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മേലെ ബഗ്സ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴാണ് മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ ഒരു ഇന്നോവേഷൻ, അതായത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 കൂടെ വരികയാണത്. വന്നത് എന്താ സംഭവം വെച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 ഇനി ആൻഡ്രോയിഡിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യുക എന്നൊക്കെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം വിൻഡോസ് 11 കുറിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അത് എപ്പോൾ കിട്ടും, നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 എപ്പോൾ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയണത് എന്താണ്, ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 വിൻഡോസിൻ്റെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആമസോണിൻ്റെ ആപ്പ് സ്റ്റോർ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള നമ്മുടെ ആൻഡ്രോയിഡ് ആപ്സ് .apk വരുന്ന എല്ലാ ആൻഡ്രോയിഡ് ആപ്സും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാസ്ക് ബാർ, വിൻഡോസിൻ്റെ ടാസ്ക് ബാറിലേക്ക് നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാനും പറ്റും. അത് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. എന്താ നല്ല കാര്യമല്ലേ. അപ്പോൾ ഇത് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിരിക്കില്ല, പക്ഷെ എനിക്ക് എക്സൈറ്റഡ് ആണ്. കാരണം പറഞ്ഞുതരാം. കാരണം ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ ആണ്. അപ്പോൾ ഈ കൈൻമാസ്റ്റർ എനിക്ക് PC-യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്മാർട്ട് TV-യിൽ കണക്ട് ചെയ്യുക, ലാപ്ടോപ്പ് സ്മാർട്ട് TV-യിൽ കണക്ട് ചെയ്തിട്ട് വലിയ സ്ക്രീനിലായിട്ട് എൻ്റെ മോൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ മോളാണ് എൻ്റെ വീഡിയോ, ഈ കാണുന്ന വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റഡ് ബൈ ക്യാമറ ബൈ Ajay. അപ്പോൾ ഇവൾക്ക് മൊബൈലിൽ ഇങ്ങനെ നോക്കി എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ സ്ക്രീനിൽ എഡിറ്റ് ചെയ്യുക പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ലാപ്ടോപ്പ് നമുക്ക് കൊടുക്കാൻ വെച്ചാൽ അത് TV ആയിട്ട് കണക്ട് ചെയ്ത് എൻ്റെ സ്മാർട്ട് TV ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സ്ക്രീനിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയായിരിക്കും, എന്നാൽ വേറെ പ്രീമിയർ അങ്ങനെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തുകൂടെ? പക്ഷേ കൈൻമാസ്റ്ററിന് നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഏതൊരു കുട്ടിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പം പ്രീമിയറും അതേപോലത്തെ പ്രീമിയറും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രീമിയറും ഒക്കെ നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ വണ്ടർസ്റ്റാർ ഫിലിമോറയൊക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. പക്ഷേ എനിക്ക് ആസ് ഇറ്റ് ഈസ് കൈൻമാസ്റ്റർ ഇഷ്ടം. അപ്പം ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കൈൻമാസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് PC-യിലേക്കെങ്കിലും കൂടി ആയിരുന്നെങ്കിലോ. അതേപോലെ പിക്സാർട്ട് ഫോട്ടോ എഡിറ്റിംഗ് ടൂളാണ്. പിക്സാർട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ നൂലാമാലകളൊന്നും വേണ്ട. നമ്മുടെ ആൻഡ്രോയിഡിലുള്ള അതേ പിക്സാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്മാർട്ട് TV-യിൽ APK ഫയലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ഇനി ഗെയിമിംഗ് ഉള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം നമ്മുടെ ടെമ്പിൾ റണ്ണ്, PUBG വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിലേക്ക് വരാൻ പറ്റും. അപ്പം ഈ ഒരു ടെക്നോളജീൻ്റെ പേരാണ് ഇന്റൽ ബ്രിഡ്ജ് ടെക്നോളജി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ഒരു ടെക്നോളജീൻ്റെ പേരാണ് ഇന്റൽ ബ്രിഡ്ജ് ടെക്നോളജി. ഇന്റൽ അറിയാം, നമ്മുടെ കമ്പ്യൂട്ടർ പ്രോസസ്സർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സർ ഉണ്ടാക്കുന്ന കമ്പനിക്ക് ചെയ്യുമ്പം ഇന്റലിൻ്റെ PCs മാത്രമാണോ AMD-യിൽ കിട്ടും? AMD, എൻ്റെ ലാപ്ടോപ്പൊക്കെ AMD പ്രോസസ്സറാണ്. അപ്പോൾ ഇവർ പറയുന്നത് കോർട്ടസ് ARM പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന
AMD PC-യിലും ഈ ഒരു ബ്രിഡ്ജിങ് നടക്കും. അതാണ് ഇന്റൽ ബ്രിഡ്ജിങ് ടെക്നോളജി. ഇത് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എന്താ, നമുക്ക് എല്ലാ ലാപ്ടോപ്പിലും വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ലാപ്ടോപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആൻഡ്രോയിഡ് ആപ്സ് യൂസ് ചെയ്ത്. വളരെ നല്ലൊരു കാര്യമല്ലേ. ഗെയിമിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ എന്നെ പോലത്തെ എഡിറ്റേഴ്സിനൊക്കെ വളരെ ഗുണം. എൻ്റെ മോളെ പോലെയുള്ള എഡിറ്റേഴ്സിനൊക്കെ വളരെ ഗുണമുള്ള കാര്യമാണ്. കാരണം എൻ്റെ മോള് നല്ലൊരു എഡിറ്ററാണ്, ശ്രീ അജയ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതും എൻ്റെ മോൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ തന്നെയാണ്. അതെടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഒരാൾ നല്ല കഴിവുണ്ടാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഈ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ നമ്മൾ കണ്ടവരെ ഗുഡ് ബൈ.